അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ബാക്കി വന്ന ദോശമാവ് അല്ലെങ്കിൽ ഇഡ്ഡലി മാവ് വെച്ചിട്ട് വ്യത്യസ്തമായ രീതിയിൽ ഒരു റെസിപ്പിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ദോശമാവ് എടുത്തിട്ടുണ്ട്. ബാക്കി വന്നതാണ്. ബാക്കി വന്നതോ അല്ലെങ്കിൽ നമ്മൾ അരച്ചിട്ട് നമ്മൾ ഒരു ദിവസം വെച്ചിട്ട് നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന മാവില്ലേ, അതായാലും മതി. കൂടുതലും നമ്മൾ ദോശയും ഇഡ്ഡലിയൊക്കെ തയ്യാറാക്കിയതിന് ശേഷം ബാക്കി വന്നിട്ടുള്ള മാവ് ഉണ്ടാവുമല്ലോ, ഫ്രിഡ്ജിലൊക്കെ വെച്ചിരിക്കുന്ന മാവ്. അപ്പം നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചിരിക്കുന്ന മാവാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം പുറത്തെടുത്ത് വെച്ച് അതിൻ്റെ തണുപ്പ് മുഴുവനും മാറിയിട്ട് വേണം എടുക്കാനായിട്ട്. ഇപ്പം ഞാൻ ദോശമാവ് ഇതാ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് വേണ്ടത് 2.5 കപ്പ് ദോശമാവാണ്. ബാക്കി വന്നിട്ടുള്ള 2.5 കപ്പ് ദോശമാവ് ഇതാ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കി വന്ന ദോശമാവിൽ നിന്നും 250 ml കപ്പിന് 2.5 കപ്പ് ദോശമാവ് എന്താ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. രണ്ടാമത്തെ കപ്പ് ദോശമാവും കൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതുപോലത്തെ ഒരു അളവ് കപ്പില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടിലുള്ള ഗ്ലാസ് ഉണ്ടല്ലോ, ചായയൊക്കെ കുടിക്കുന്ന ഗ്ലാസ്, ആ ഗ്ലാസിൻ്റെ അളവിൽ മാവ് അളന്നെടുത്താലും മതി. ഇതിലേക്ക് 1/2 കപ്പ് മാവും കൂടി ഒഴിച്ചു കൊടുക്കുക. ഇപ്പം 2.5 കപ്പ് ദോശമാവ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് സ്മൂത്ത് ആക്കി എടുക്കാം ഈ മാവ്. ഇതിപ്പോൾ ഉപ്പ് ചേർത്തിട്ടുള്ള മാവാണ്. ഉപ്പ് ചേർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു 2 നുള്ളു ഉപ്പും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നിങ്ങൾ എടുക്കുന്ന മാവ് കുറച്ച് ലൂസായി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ റവ കൂടി ചേർത്തിട്ട് വേണം മിക്സ് ചെയ്ത് വെക്കാനായിട്ട്. ഇപ്പം ഞാൻ കറക്റ്റ് പാകത്തിനുള്ള മാവാണ് എടുത്തിട്ടുള്ളത്, ഒരുപാട് ലൂസൊന്നുമല്ല. അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന മാവ് അധികം പുളിപ്പുള്ളതും ആവാൻ പാടില്ല. അപ്പം നമ്മൾ എടുക്കുന്ന മാവ് പുളിയുള്ള മാവ് എടുക്കരുത്, അധികം പുളിച്ചു പോകരുത്. ആ ഒരു പരുവത്തിന് വേണം മാവ് എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ അതൊന്ന് മിക്സ് ചെയ്ത് ഇതാ എടുത്തിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി ഒരു മിക്സിയിലെ ചെറിയ ജാറിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 250 ml കപ്പിന് 1/2 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതൊരു നോർമൽ മധുരമാണ്. നല്ല മധുരമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ പഞ്ചസാര നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ പഞ്ചസാര നല്ലോണം ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി പൊടിച്ച പഞ്ചസാരയിലേക്ക് ഒരു 1/4 കപ്പ് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ സൺഫ്ലവർ എണ്ണയാണ് എടുത്തിട്ടുള്ളത്. സൺഫ്ലവർ എണ്ണയോ അല്ലെങ്കിൽ ഫാം ഓയിലോ ഏതെങ്കിലും എണ്ണ എടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് ഏത് എണ്ണ എടുത്താലും മതിയാകും. വെളിച്ചെണ്ണയാണ് നമ്മൾ ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നതെങ്കിൽ വെളിച്ചെണ്ണയുടെ ആ ടേസ്റ്റും ഫ്ലേവറും ഒക്കെ ആയിരിക്കും മുന്നിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് മണമില്ലാത്ത ഏത് എണ്ണ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ ദാ പഞ്ചസാരയും എണ്ണയും കൂടിയിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഒരു 30 സെക്കൻഡെങ്കിലും ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ കണ്ടില്ല, ഒരു ക്രീം പരുവത്തിന് ഇതാ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ദോശമാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാരയും എണ്ണയും മാവിലേക്ക് നേരിട്ട് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ആകുമ്പോൾ പഞ്ചസാര ഒന്ന് അലിഞ്ഞ് വരുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കും. അപ്പോൾ അതുകൊണ്ട് പൊടിച്ച് ചേർക്കുമ്പോൾ പെട്ടെന്ന് നമുക്കിത് മിക്സായി കിട്ടും. അതുപോലെ തന്നെ നമ്മൾ എണ്ണ ചേർത്ത് കൊടുക്കുന്നത് നല്ല സ്മൂത്ത് ആയിട്ടിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. എണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ചേർത്ത് കൊടുക്കുമ്പോൾ തണുപ്പുള്ള ബട്ടറൊന്നും ചേർത്ത് കൊടുക്കരുത്. ഫ്രിഡ്ജിൽ നിന്നും എടുത്ത ബട്ടർ നേരിട്ട് ചേർത്ത് കൊടുക്കാതെ അതൊന്ന് റൂം ടെമ്പറേച്ചറിലായിട്ട് വേണം ബട്ടർ ചേർത്ത് കൊടുക്കാൻ. ബട്ടറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ റൂം ടെമ്പറേച്ചറുള്ള ബട്ടർ ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ബൂസ്റ്റാണ്. 5 രൂപയുടെ 2 പാക്കറ്റ് ബൂസ്റ്റാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇത് ബൂസ്റ്റിന് പകരം ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറോ അല്ലെങ്കിൽ കൊക്കോ പൗഡറോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ 2 പാക്കറ്റ് ബൂസ്റ്റ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ കട്ടകളൊന്നുമില്ലാതെ നല്ലോണം എന്താ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പാക്കറ്റും കൂടെ ഇട്ട് കൊടുക്കാവുന്നതാണ്. 2 പാക്കറ്റ് ബൂസ്റ്റാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു പരുവത്തിനാണ് കിട്ടുന്നത്. ഒരുപാട് അങ്ങ് കട്ടിയാവാനും പാടില്ല, ഒരുപാട് അങ്ങ് ലൂസായി പോകാനും പാടില്ല. അഥവാ നിങ്ങൾ എടുക്കുന്ന ദോശമാവ് കുറച്ച് ലൂസായി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മൾ പഞ്ചസാരയൊക്കെ ചേർക്കുന്ന സമയത്ത് ലൂസായി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 2-3 ടേബിൾ സ്പൂൺ റവയോ അല്ലെങ്കിൽ 2-3 ടേബിൾ സ്പൂൺ മൈദയോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പം നമുക്ക് കറക്റ്റ് പാകത്തിന് മാവ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വാനില എസൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ വാനില എസൻസ് ചേർത്ത് കൊടുക്കുക.
അല്ലാന്നുണ്ടെങ്കിൽ ബൂസ്റ്റ് പൊടി മാത്രം വെച്ചിട്ട് ചെയ്തെടുത്താലും മതി. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ കേക്ക് തയ്യാറാക്കുന്നത് കുക്കറിലാണ്. അതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു കുക്കർ ഇതാ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി കുക്കറിൻ്റെ എല്ലാ ഭാഗത്തും ഈ എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ആ സൈഡിലും എല്ലായിടത്തും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതുപോലത്തെ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുത്ത ബട്ടർ പേപ്പറും കൂടി വെച്ച് കൊടുക്കുക. ബട്ടർ പേപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ എണ്ണ ബ്രഷ് ചെയ്തതിന് ശേഷം 1 ടീസ്പൂൺ മൈദ ഇട്ട് എല്ലാ ഭാഗത്തും ഒന്ന് തട്ടിക്കുടഞ്ഞെടുത്താലും മതിയാകും. എന്നിട്ട് തട്ടിക്കുടഞ്ഞിട്ട് ആ ബാക്കി വന്ന മൈദ മാറ്റുക. ബട്ടർ പേപ്പറിൻ്റെ പുറത്തും കുറച്ച് എണ്ണ ഒന്ന് ബ്രഷ് ചെയ്യാം. ഇപ്പോൾ അതാ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് പൗഡർ അല്ല, ബേക്കിംഗ് സോഡ ആണ് 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മളെപ്പോഴും ബേക്കിംഗ് സോഡ ലാസ്റ്റിൽ മാത്രമേ ചേർത്ത് കൊടുക്കാവൂ. കേക്ക് ടിന്നൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം ലാസ്റ്റിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ബാറ്റർ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കുക്കറിലേക്ക് ഈ ബാറ്റർ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ടൂത്ത് പിക്ക് കൊണ്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോയി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി ഒന്ന് 2-3 പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നട്ട്സൊക്കെ നമ്മൾ മാവ് തയ്യാറാക്കിയ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടില്ല, ബൂസ്റ്റ് മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി കുക്കർ മൂടിക്കൊടുക്കാം. കുക്കറിൻ്റെ വെയിറ്റ് മാറ്റിയിട്ട് വേണം ഇത് മൂടിക്കൊടുക്കാം. ഇനി നമ്മൾ ഇത് ബേക്ക് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പഴയൊരു പാൻ ഇതാ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് ഇതാ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി പാനിലേക്ക് നമ്മൾ കുക്കർ അങ്ങ് വെച്ച് കൊടുക്കാം. പോലത്തെ ഒരു പാനോ അല്ലെങ്കിൽ പാൻ ഇല്ലാന്നുണ്ടെങ്കിൽ ഇരുമ്പിൻ്റെ ദോശക്കല്ലോ ഏതെങ്കിലും ഒന്നെടുക്കുക. 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലവണ്ണം ചൂടാക്കിയിട്ട് വേണം കുക്കർ ഇറക്കി വെക്കാൻ. ഇതാ കുക്കർ ഇതാ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി ഫ്ലെയിം നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിം വേണം വെക്കാനായിട്ട്. മീഡിയം ഫ്ലെയിം വെക്കണ്ട. ഇതൊന്ന് ബേക്കായി വരട്ടെ. ഇപ്പം ഞാൻ കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു 30 മിനിറ്റ് ആയി. 25 മിനിറ്റ് ആയപ്പോൾ ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. ആവാത്തത് കൊണ്ട് ഒരു 5 മിനിറ്റും കൂടെ വെച്ച് കൊടുത്തു. ഇനി നമുക്കൊന്നും കൂടി തുറന്ന് നോക്കാം. ഇനി ആയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ച് ഒന്ന് കുത്തി നോക്കാം. ഇപ്പം കണ്ടില്ലേ, ടൂത്ത് പിക്ക് നല്ല ക്ലിയർ ആയിട്ട് ഇതാ വന്നിട്ടുണ്ട്. മാവൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല. അഥവാ മാവ് ഒട്ടിപ്പിടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ 5-10 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്കർ മൂടി വെച്ച് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ പാൻ നല്ല ചൂടാണ്, അതുകൊണ്ട് കുക്കർ പുറത്തെടുത്ത് നല്ലതുപോലെ ചൂട് മാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ ഈ കേക്കിൻ്റെ ചൂടൊക്കെ ഇതാ മാറിയിട്ടുണ്ട്. ഇനി പെട്ടെന്ന് ഇളകി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിടിയിച്ച് കൊടുക്കുക. ഇതിൻ്റെ സൈഡൊക്കെ ഇതാ വിടിയിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് ഡിമോൾഡ് ചെയ്യാം. ഇപ്പോൾ അത് അടിപൊളിയായിട്ട് ഇതാ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലുള്ള ബട്ടർ പേപ്പർ അങ്ങ് ഇളക്കി മാറ്റാം. അപ്പം നല്ല സ്പോഞ്ചി ആയിട്ട് നല്ല പഞ്ഞി പോലെ സൂപ്പറായിട്ട് ഇതാ കേക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നല്ല ബൂസ്റ്റിൻ്റെ ഒക്കെ ഒരു മണമാണ് ഈ കേക്കിന്. നല്ല അടിപൊളി ടേസ്റ്റുമാണ്. നല്ല പഞ്ഞി പോലെ ഇതാ സോഫ്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്കിനി ദോശമാവോ ഇഡലി മാവോ ഒക്കെ ബാക്കി വരികയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ അടിപൊളി ടേസ്റ്റിൽ നമുക്ക് കേക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇനി ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രമാത്രം സോഫ്റ്റ് ആണെന്നുള്ളത്. ഇപ്പോൾ ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കട്ട് ചെയ്ത പീസിങ് എടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, നല്ല സൂപ്പറായിട്ട് ഇതാ കിട്ടിയിട്ടുണ്ട്. നല്ല പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, നല്ല പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത്. ഇനി ഇതൊന്ന് മുറിച്ചും കൂടി കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇഡ്ഡലി മാവോ ദോശമാവോ ബാക്കിയുണ്ടെങ്കിൽ ഇതുപോലെ കേക്ക് റെഡിയാക്കി നോക്കുക. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്